നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം ഒരാഴ്ച മുന്നേ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 2 മണിക്കൂർ 36 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണൻ. ഒരു മാസത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീഡ്ബാക്ക് കിട്ടിയെങ്കിലും ഗംഭീര വിജയമൊന്നുമായി മാറാത്ത സിനിമയാണ്. ഏതാണ്ട് കോവിഡ് കാലത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കുറെ നാൾ പെട്ടിയിലിരുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അടുത്ത് പേരിനെ ചൊല്ലി വീണ്ടും കുറച്ച് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച സിനിമ. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒപ്പം ജയൻ ചേർത്തലയുണ്ട്. പിന്നെ ശ്രുതി രാമചന്ദ്രൻ, അനുപമ പരമേശ്വരൻ, മാധവ് സുരേഷ്, അസ്കർ അലി, രജിത് മേനോൻ, പിന്നെ ശോഭി തിലകൻ എന്ന് വേണ്ട നമ്മൾ അറിയുന്ന ഒരു പറ്റം താരങ്ങളുള്ള സിനിമ എങ്ങനെയുണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ മികച്ച രീതിയിൽ തുടങ്ങി. എന്നാൽ ആവറേജ് അനുഭവം മാത്രമായി ഒതുങ്ങിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുറച്ച് കാലം തെറ്റിയ സിനിമയോ അല്ലെങ്കിൽ എത്തിയ സിനിമയോ അല്ലെങ്കിൽ കുറച്ച് അപ്ഡേറ്റഡ് ആവാത്ത ഒരു സിനിമയൊക്കെ പോലെയാണ് എനിക്ക് പേഴ്സണലി ആ സിനിമ തോന്നിയത്. തുടക്കം നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കോടതി സീൻസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ സ്വാഗൊക്കെ അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിടിലമായിരുന്നു. തുടക്കത്തിലൊക്കെ ക്ലാസ് ആയിട്ട് പണ്ടത്തെ ചിന്താമണിയിലൊക്കെ വന്ന പോലെ അതേപോലെ നല്ല രീതിയിൽ തുടങ്ങി. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് എത്തുന്നതും ഭയങ്കര തണുത്തു പോയ പോലെ സിനിമ. ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സമയത്ത് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് അത് നോർമൽ ഒരു ക്ലീഷേ ടെംപ്ലേറ്റ് പിടിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു, വളരെ മികച്ച രീതിയിൽ ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം എടുത്തു പറയണം തോന്നിയ പെർഫോമൻസ് ശ്രുതി രാമചന്ദ്രന്റെ പെർഫോമൻസ് ആണ്. വളരെ മികച്ച രീതിയിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ മികച്ച രീതിയിൽ വളരെ കൈയടക്കത്തോടെ ശ്രുതി രാമചന്ദ്രന്റെ റോള് കൈകാര്യം ചെയ്തവരാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അനുപമ പരമേശ്വരൻ ആ റോളിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ അനുപമ പരമേശ്വരൻ ആ റോള് ചെയ്തിട്ടുണ്ട്. മാധവ് സുരേഷിന്റെ ആക്ടിങ്ങും ഭയങ്കരമായിട്ട് തന്നെ മെച്ചപ്പെടുത്തണമെന്ന് വീണ്ടും തോന്നിപ്പിച്ച ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് ട്രോളാനോ അല്ലെങ്കിൽ അതിനെ കളിയാക്കാനോ എനിക്ക് താല്പര്യമില്ല. കാരണം മാധവ് സുരേഷ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളൂ. അങ്ങനെ നമ്മൾ ടൈം കൊടുക്കണം. കാരണം എല്ലാവർക്കും ഫസ്റ്റ് സിനിമ മുതൽ അങ്ങോട്ട് ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര പാടാണ്. നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റെസ്പോൺസിലൊക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പേഴ്സണലി തോന്നിയ പോലെ എനിക്ക് തോന്നി. അസ്കർ അലിയുടെ പെർഫോമൻസ് സൂപ്പറാണെന്ന് പല സ്ഥലത്തും കണ്ടു. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ക്യാരക്ടർ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നിയില്ല. അസ്കർ അലിയുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, ആ റോളിനോട് നീതി പുലർത്തി. പക്ഷെ ആ റോൾ അത്ര വലിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു റോളായിട്ടൊന്നും എനിക്ക് അത്ര തോന്നിയില്ല. അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പവർഫുൾ ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു റോളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. രജിത് മേനോന്റെ പെർഫോമൻസ്, രജിത് മേനോൻ ചെയ്യാനുള്ള റോള് വളരെ മനോഹരമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതെന്താണ് മാറ്റിയത്, വെങ്കട്ട് എന്നൊരു കഥാപാത്രം. പിന്നീട് എടുത്തു പറയണമെന്ന് തോന്നിയ ഒരു കഥാപാത്രം ജയൻ ചേർത്തലയുടെ കഥാപാത്രമാണ്. അതായത് സുരേഷ് ഗോപി ആദ്യം കോടതിയിൽ വാദിക്കാൻ എത്തുമ്പോൾ ഓപ്പോസിറ്റ് വാദിക്കുന്നത് ജയൻ ചേർത്തലയാണ്. ഒരു ഇത്രയും സീനിയർ ആക്ടറാണെന്നറിയാം, എങ്കിൽ പോലും വളരെ കൈയടക്കത്തോടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പോലെ തന്നെ ജയൻ ചേർത്തല കുറച്ച് നേരം ഉണ്ടെങ്കിലും അത് എടുത്തു പറയണം തോന്നി. അത്ര നന്നായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ പേഴ്സണലി ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. കുറേ പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ഇപ്പോൾ കോടതി വിധിയൊക്കെ പറയുന്ന സമയത്ത് നേരെ ഇറങ്ങുന്നതിന് മുന്നെയാണ് ചിലപ്പോൾ കുറച്ചുകൂടെ വിചിത്രമായ വിധിയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേനെ. കാരണം നേരെ ഒരു പക്ഷേ ഇതിന് ശേഷം ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്ത സിനിമയായിരിക്കും. പക്ഷേ സിനിമ നമ്മൾ ഓരോ കണ്ട കാഴ്ചകളാണല്ലോ പ്രശ്നം. നമ്മൾ ഇതിനു മുന്നേ ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തോന്നാറില്ല. ഏതാണ്ട് നേരിൽ സ്പെഷ്യലായിട്ട് കോടതി വിധി പറയണം അതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചപ്പോൾ അതൊരു പുതുമ നിലനിർത്താൻ സാധിക്കാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ വില്ലനെയൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് ആ കൃത്യസ്ഥലത്ത് ഹീറോ എവിടെന്നോ പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ ഭയങ്കര ക്ലീശ പരിപാടികളാണ്, നമ്മൾ കുറേ കണ്ട പരിപാടികൾ. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഒന്നും അവകാശപ്പെടാൻ ഈ സിനിമയിൽ ഉണ്ടായില്ല എന്നാണ് വളരെ വിഷമത്തോടെ. കാരണം ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടാണ്. 2 മണിക്കൂർ 36 മിനിറ്റുള്ള സിനിമ വലിയ സിനിമയാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരു തവണ വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.